അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എവിടെ വന്നിട്ടില്ലേ കുറച്ച് നമ്മള് കഷ്ടപ്പെട്ടു എന്ന് പറയാം. പിന്നെ അമൃതാഞ്ജലി ഇനി ഏഷ്യക്ക് സൂര്യ പുറത്തിറങ്ങിയാല് വിശപ്പിന് അസുഖം പുറത്തിറങ്ങേണ്ട വയറോ എങ്ങനെയാണെന്നറിയില്ല തുറന്നു വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടില്ലെന്ന് വെച്ചാല് എവിടെ വന്നിട്ടില്ലേ നമ്മളിപ്പോ എറണാകുളത്താണ് ഗൈസ്. നമ്മള് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തി. സംഭവം നമ്മള് അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ഷോയില് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി നമ്മള് എറണാകുളത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ അവിടുന്ന് കണ്ണൂരിൽ നിന്ന് കയറുന്ന വ്ളോഗൊന്നും എടുത്തിട്ടില്ല, കാരണം വെച്ചാൽ എന്റെ ഫോണിൽ ചാർജ് ഇല്ല. സോ ഇവിടെ എത്തിയിട്ടാണ് ഫുള്ള് തിരക്കായിരുന്നു. കുറച്ച് നമ്മള് കഷ്ടപ്പെട്ടു എന്ന് പറയാം. കുറച്ചൊരു ഡ്രസ്സിന്റെ ഇഷ്യൂസ് എല്ലാം വന്നിട്ടുണ്ട്. പോയി ഷോപ്പിൽ കയറി ഇറങ്ങി ഡ്രസ്സെല്ലാം മാറ്റി ലാസ്റ്റ് ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 10 മണി കഴിഞ്ഞ് നമ്മള് ഫുഡെല്ലാം കഴിച്ച് ഫ്രഷ് ആയി. ഇനിയിപ്പോ നാളത്തെ ഡാൻസ് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളെ ഇടേണ്ട ഡ്രസ്സെല്ലാം നെട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്. അപ്പൊ നാളെ രാവിലെ 7 മണിയാകുമ്പത്തേക്ക് റെഡി ആയിട്ട് നിൽക്കാനാ പറഞ്ഞ. അവര് വണ്ടിയിൽ കൂട്ടാൻ വേണ്ടിട്ട് വരും. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കിടന്നു. അപ്പൊ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യുന്ന എപ്പോ എന്നറിയില്ല, എന്തായാലും നമ്മള് അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എല്ലാവരും ഈ ഷോ കാണണം. പ്രത്യേകം പറഞ്ഞോണ്ട് ചിലപ്പം കാണില്ല. ഓക്കെ, അപ്പൊ നാളത്തെ നോക്കാം. അവിടെ നിന്നൊക്കെ വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, ശ്രമിക്കാം. അപ്പൊ ഈ ഓരോന്നിന്റെ അപ്ഡേഷൻ നമ്മൾ തന്നോണ്ടിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇനി നാളെ കാണാം. ഫുഡെല്ലാം കഴിച്ചാണ്, പക്ഷെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഈ ഒരു സമയമാകുമ്പോൾ അസുഖമാണ് കുട്ടിക്ക് പോയിട്ടുണ്ട്. നമ്മള് സ്വിഗ്ഗിന്ന് ഒരു ലോഡ് പൈസ എന്താ അപ്പൊ അതൊന്ന് കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ആട്ടിപ്പണ്ടാരങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സമയം രാത്രി 12:30. വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അതിനെപ്പറ്റി പറയായിരുന്നു. വാങ്ങിച്ചതാണ്. നല്ലത്. കാരണം വിശന്ന് പണ്ടാടടിക്കും. നമ്മൾ ഇവിടെ എത്രപാട് ചപ്പാത്തിയൊക്കെ തിന്നതാണ്, പക്ഷെങ്കില് പുറത്തിറങ്ങിയാല് വിശപ്പിന് അസുഖമാണ്. പുറത്തിറങ്ങേണ്ട വയറോ എങ്ങനെയാണെന്നറിയില്ല തുറന്നു വരും നിങ്ങൾക്ക്. പിന്നെ എൻ്റെ കോലം കൊണ്ടായിരുന്നു കേട്ടതാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് രഞ്ജു. എനിക്ക് അങ്ങനെ സമയം ഇപ്പോൾ എത്രയോ മണിയായിട്ടുണ്ട്. 6:05. ഓക്കെ, എണീക്ക്. അനുവേച്ചി അപ്പുറത്തെ റൂമിലാണുള്ളത്, അവരപ്പുറമുള്ളത്. ഇപ്പം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. നമ്മളെന്നാ റെഡി ആവട്ടെ അല്ലേ. നമ്മൾ ഡ്രസ്സ് കളിച്ചു തരാം, പക്ഷെ ഡ്രസ്സിൻ്റെ ഒത്ത ഡാൻസ് അല്ല, അത് വേറൊരു കാര്യമുണ്ട്. പെട്ടെന്നുള്ള തീരുമാനമായിപ്പോയി. അപ്പോൾ ഡ്രസ്സ് ഏതോ എടുത്തിട്ട് വന്ന് ഡാൻസ് വേറെ ചെയ്തോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ ഇതില്ലേ അല്ലേ. ഓക്കെ, നമ്മൾ റെഡി ആവട്ടെ. ഈ സംഭവം കൈക്ക് കുറച്ച് പണിയാണ്. കെട്ടിവെക്കാൻ കെട്ടിവെക്കുന്നതിനേക്കാളും പണിയാണ്. കെട്ടിവെക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കെല്ലാം നോക്കാം. കെട്ടിവെക്കാൻ ഭയങ്കര പണിയായിരുന്നു, പക്ഷെ ടൈം എടുക്കും. അത് കഴിക്കാൻ കുറച്ച് പ്രശ്നം. നമ്മളെല്ലാ പരിപാടിക്കും ഈ ഒരു പ്രൊസീജിയറാണ് ചെയ്യാറ്. എന്താന്ന് വെച്ചാൽ കുറച്ച് ഹെയർ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്, കുറച്ചൊരു വോളിയം കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നോക്കും. എല്ലാവരും ചെയ്യുന്നേ, നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാധിക്കും എല്ലാ ദിവസവും ടെൻഷനില്ല.
ഇതാണ് അനിമോളുടെ ഔട്ട്ഫിറ്റ്. നമ്മള് രണ്ടാളും ഏകദേശം ഒരു സാധനം തന്നെ കേട്ടോ. സെയിം തന്നെ, കളറിന്റെ ഡിഫറെന്റ്. പിന്നെ ഇത് പൂക്കിയായിട്ട് ഒരു ക്യൂട്ട് ഡ്രസ് അത് കൊടുത്തു. പക്ഷെ നമ്മള് സ്റ്റാൻഡേർഡായിട്ട്. പക്ഷെ അല്ലേ നമ്മള് മൂന്നാളും ഒരുങ്ങി വന്നു കഴിഞ്ഞാല് ഇനി ഇത് സെലിബ്രേറ്റ് ഇതിന് ബോഡി ഗാർഡായിട്ട് ഞങ്ങള് ബാക്കിൽ നടക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നടക്കൂല ഗൈസ്, നടത്തിക്കൂല. നമ്മളെ ബാക്കില് നടത്തിക്കുന്ന ആരും കാണൂല. മുടി നമ്മള് ഞാൻ തന്നെ ക്യാമറ പിടിച്ചിട്ട് ഇറങ്ങി എണീച്ച് പല്ല് വെച്ച് പിന്നെ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി കൂടിക്കണ്ട. അങ്ങോട്ട് കിടക്കുന്ന അല്ലേ ഇവള് ഞങ്ങന്ന് വന്നപാട് കിടക്ക് പിന്നെ ഇന്നലെ ചെരുപ്പെടുത്തോണ്ട് ആ ചെരുപ്പാണ് കാണുന്ന ചിരി വരുന്നത്. പുറത്തുള്ള ചെരുപ്പ് ആന്റി നിർത്തി അകത്ത് കൊള്ളേറ്റി അവര് കണ്ടില്ലല്ലോ. ഇല്ല, നമ്മളെന്തന്നെ എല്ലാം കൂട്ടി സെറ്റ് ആക്കി നോക്കുമ്പോ ഇവള് ചിക്കുന്ന ചെന്നോടി ചോറ് കാണാണ്ട് കൊണ്ടാണ്. അതല്ല നമ്മളറിയുമ്പോ എല്ലാരും കണ്ടിന് പുറത്ത്. ഞാനാ കാണാൻ ബാക്കിയുണ്ട്. ഇതെന്താ പൂച്ചകളാ? നമ്മളെ നാടെല്ലാത്തോണ്ട് കുഴപ്പമില്ല. അതൊക്കെ ധൈര്യത്തിൽ പോയാണ്. എന്താടാ പരിപാടി വരുന്ന സമയത്ത് കിട്ടും. ഇത് മറ്റേ അമിത വില നമ്മളെ പോയില്ല. അപ്പൊ ഗൈസ് നമ്മളിപ്പോൾ അമിത ടിവിന്റെ ലൊക്കേഷനിലാണുള്ളത്. ഫുഡെല്ലാം കഴിച്ച് നമ്മൾ സെറ്റായി. കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ ഫുള്ള് തിരക്കായിപ്പോയി. ഇവരൊരു 6:45 കൂട്ടാവാനിന്. അപ്പോൾ പക്ഷേ മേക്കപ്പും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം റെഡി ആയിട്ട് വന്ന് നോക്കുമ്പോൾ എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നമ്മൾ ടച്ച് ചെയ്തു. മേക്കപ്പും ഹെയറും ഒക്കെ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഫുഡെല്ലാം കഴിഞ്ഞ് ഇനി ഫ്ലോറിലേക്ക് പോകുമായിരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർഡ് ആണ്. അവർ ചോദിക്കുന്നതിന് ആൻസർ കൊടുക്കണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലോറിലേക്ക് പോവുകയാണ്. നല്ല ടെൻഷനുണ്ട്. സംബന്ധിച്ചാൽ ഡാൻസ് എല്ലാം തട്ടിമുട്ടി എന്തെല്ലോ സെറ്റാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ മറന്നൊന്നൊരു ടെൻഷൻ അല്ല അനിച്ച്. അപ്പോൾ ഗൈസ്, ഇത് നേഹ, ഏട്ടൻ്റെ പേര് എന്തെങ്കിലും വൈകാശ്, ദീപ്തി കൃഷ്ണ യൂട്യൂബാണോ? അപ്പോൾ എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ. ഓക്കെ. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? യൂട്യൂബ് ചാനൽ എനിക്കുണ്ട്. മെലിഞ്ച് കയറുന്ന അഞ്ചു 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 അപ്പോൾ ഇതാണ് ഗായ്സ് അമൃത ടി വിയിലെ കോമഡി മെസ്സേജ് എന്നുള്ള ഷോ. അപ്പം നമ്മളെപ്പോലെ തന്നെ 2 ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, സിംഗേഴ്സാണ്. അതുപോലെ തന്നെ ഇത് കപ്പിൾസാണ്, ഡാൻസ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ 2 കുട്ടികൾ. എന്ത് അങ്ങനെ ഫൈനലി ഗായ്സ് നമ്മുടെ ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. സത്യം, നമുക്ക് ഫ്രീഡം ഇല്ല അല്ലേ, ബോറടിച്ചിട്ടില്ല. കാരണം എലീന ചേച്ചി ആവട്ടെ, ഡയന ചേച്ചി ആവട്ടെ, ശ്രീവേദി ചേച്ചി ആവട്ടെ, നോബി ചേട്ടനാവട്ടെ. നോബി ചേട്ടൻ പറയണ്ടല്ലോ, മൂപ്പര് പൊളിയാണ്. സാധാരണ അതെ നിങ്ങൾക്ക് എല്ലാവരും നോർമലി സംസാരിക്കുന്നത് തന്നെ നമുക്ക് ചെയ്യായിരുന്നു. കാരണം അങ്ങനെ ഫണ്ണി ആണല്ലോ.
അതുപോലെ തന്നെ എല്ലാവരും നയന ഓക്കെ എല്ലാവരും ഭയങ്കര കംഫർട്ട് ആക്കി വെച്ചിട്ടാ മൊത്തം. അത് സത്യം. നമുക്ക് അവിടെ തന്നെ എന്താ പറയാ അർമാദിക്കാനുള്ള സ്പേസ് തന്നിട്ടുണ്ട് കേട്ടോ അമൃത ടി വി അല്ലേ. പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാരും കാണണം എന്തായാലും. ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഡേക്ക് പോയപ്പോ ഭയങ്കര വെറിയിലായിരുന്നു ഞാൻ. ടെൻഷൻ കുറച്ച് തെറ്റൊക്കെ ചെയ്ത് എനിക്ക് ആകെ ഒരു ടെൻഷനായി. എന്താണെന്ന് അറിയില്ല, ഓൾറെഡി എനിക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വീണ്ടും ഒരു ടേക്ക് പോയി നമ്മൾ ഡാൻസ്. അപ്പം വലിയ സീനൊന്നും ഇല്ലായിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചായയും കടിയൊക്കെ തരുന്നുണ്ട്, അതിന് വലിയ ഉപകാരം. പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെന്താ, പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പറ്റും, അത് വലിയ സന്തോഷമാണ്. പിന്നെ എന്റെ വായിക്കൊണ്ടേ. പിന്നെ ഷോ കഴിഞ്ഞത് 5:30 നമ്മളിപ്പോ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് 5:15 ട്രെയിനിനും പറഞ്ഞ, പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് എല്ലാം കുറച്ച് ഡിലേ ആയിട്ട് കുഴപ്പമില്ല. ഇനി 8:30 ട്രെയിൻ ഉണ്ട്, തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഓക്കെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്നാ ട്രെയിനിൽ പോയി ട്രെയിനിൽ എന്തായാലും ഉറങ്ങുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. എപ്പിസോഡ് കാണാൻ മറക്കരുത്, നമ്മൾ അറിയിക്കാട്ടോ. ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറയാം. നമുക്കറിയില്ല. എല്ലാ ഷോയും കണ്ടോ, എല്ലാ എപ്പിസോഡ്സും കണ്ടോ, അടിപൊളിയാണ്. എല്ലാ എപ്പിസോഡും കാണും. അപ്പം പറഞ്ഞോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും കൂടെ സപ്പോർട്ട് ചെയ്യണം. അതെ, സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ സപ്പോർട്ട് വേണ്ടെന്ന് നമ്മളിപ്പോ നമ്മുടെ സത്യം പറയാലോ, ഇത് സെക്കൻഡ് എന്താ പറയാ അതെ TV ഷോ ആണ്. അയ്യോ എനിക്ക് കൈ വെള്ളത്തിൽ പിടിച്ചാ. രണ്ടാമത്തെ നമ്മുടെ ഹാപ്പിനെസ് ആണ് TV ഷോയിലേക്ക് വന്നതിന്. ആദ്യം മഴവിൽ മനോരമ കാണാത്തവരാണെങ്കിൽ അതും കാണണം. പിന്നെ സെക്കൻഡ് അമൃത TV. ഇനി ഏഷ്യനെറ്റ് സൂര്യ ഭാഗ്യം ഉണ്ടെങ്കിൽ അതിനും കൂടി അങ്ങനെ ഉണ്ടാവട്ടെ. നിങ്ങളെ സപ്പോർട്ട് ആണ് ഇവിടുത്തെ എത്തിക്കുന്നത്. ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.